ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ പറയാം, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പാർട്ടായിട്ടായിരിക്കും ഒരു ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ കയറിയിട്ട് ക്ലാസ് 6 സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പല ചാപ്റ്റേഴ്സും പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. പലർക്കും പാർട്ട് 1 കിട്ടിയിട്ട് പാർട്ട് 2 കിട്ടാതെ പലരും കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് വൈബ്രൻറ്റ് കളേഴ്സ്, ഡൈവേഴ്സ് ലാംഗ്വേജസ് ആൻഡ് റിച്ച് ട്രഡീഷൻ ഫ്രം ദ സ്നോ ക്യാപ്ഡ് ഹിമാലയൻസ് ഇൻ ദ നോർത്ത് ടു ദ വാസ്റ്റ് സീസ് ഇൻ ദ സൗത്ത്. ഈച്ച് region boasts its own unique culture. Our country is home to countless festivals and music. Each diverse dance forms tell varied stories of our people. Yet amidst this incredible diversity, there is a deep sense of unity strengthened by the inspiring life stories of great thinkers and warriors. India's true strength lies in its ability to embrace difference and find unity in diversity. അപ്പോൾ ഇത് ആര് പറഞ്ഞതാണ്? ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദീസ് ആർ വേർഡ്സ് ഓഫ് അവർ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഇൻ ഹിസ് ബുക്ക് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഡിസ്ക്രൈബിങ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് വിവരിച്ചിട്ട് നമ്മളെ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡൈവേഴ്സിറ്റീസ് മെൻഷൻ ഹിയർ? അവിടെ കൊടുത്തിട്ടുള്ള ഡൈവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? ഒരു ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്, ലാംഗ്വേജ് ആണെന്ന്. ബാക്കി 5 നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തത് കൾച്ചർ പറയാം, പിന്നെ റീജിയണൽ ഡൈവേഴ്സിറ്റി പറയാം, ട്രഡീഷൻസ് പറയാം, ഡാൻസ് ഫോംസ് പറയാം, ലൈഫ് സ്റ്റോറീസ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളവിടെ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സ് ഫില്ലാക്കാം കേട്ടോ. അടുത്തത് എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്ന് നമ്മുടെ സ്വരമായി. അപ്പോൾ ആ ഒരു ഭാഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദീസ് ആർ എ ഫ്യൂ ലൈൻസ് ഓഫ് ദ സോങ് ബിഗിനിങ് വിത്ത് മൈൽ സുർ മേര വിച്ച് വാസ് കമ്പോസ്ഡ് ഇൻ 1988 ടു സ്ട്രെങ്തൻ ദ നാഷണൽ യൂണിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ കുറച്ച് ലൈൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദിസ് സോങ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലിറിക്സ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് എംബേസിങ് ദ കൺസെപ്റ്റ് ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു സോങ് ഉണ്ടാക്കിയിട്ടുള്ളത് പല ലാംഗ്വേജസും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഡൈവേഴ്സിറ്റിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് ആസ് ഡിഫറെൻറ്റ് റിവർ മെർജ് ഇൻ ടു എ സിംഗിൾ ഓഷ്യൻ വെൻ ഡൈവേഴ്സ് പീപ്പിൾ കൾച്ചർ ആൻഡ് ഐഡിയാസ് കം ടുഗദർ ദേ ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ യൂണിറ്റി വിച്ച് റിഫ്ലക്ട്സ് ദ മെസ്സേജ് ഓഫ് ദിസ് സോങ്. ദിസ് യൂണിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ഓൺലി അറ്റ് ദ ഇൻഡിവിജ്വൽ ലെവൽ ബട്ട് ആൾസോ അറ്റ് ദ സൊസൈറ്റൽ ലെവൽ. അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ മലയാളം പോയം ഓർ സോങ് റിഫ്ലക്റ്റിംഗ് നാഷണൽ യൂണിറ്റി ആൻഡ് പ്രസൻറ്റ് ആസ് എ ഗ്രൂപ്പ് ഇൻ എ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുന്നത് എന്താണ്? നമ്മളെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ മെയിനായിട്ട് പഠിക്കാനുള്ള ഭാഗം എത്തിയിട്ടില്ല. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ളത് നിങ്ങളോട് ഏതെങ്കിലും ഒരു പോയം, മലയാളം പോയം, നമ്മുടെ ഈ എന്താ പറയുക കൾച്ചറൽ അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് നാച്ചുറൽ യൂണിറ്റീനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മലയാളം പോയം പ്രസൻറ്റ് ചെയ്യാൻ. അപ്പോൾ പോയത്തിൻ്റെ പേര് ദേശീയ ഐക്യമാണ്. നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് എൻ്റെ കേരളം സുന്ദര കേരളം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ ബ്രോഷർ പ്രിപ്പയർഡ് ഫോർ കേരള പിറവി ഡേ. അപ്പോൾ കേരള പിറവി ഡേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രോഷറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ലെറ്റസ് ആൾസോ ക്രിയേറ്റ് എ സിമിലർ ബ്രോഷർ. അപ്പോൾ ഇതുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള ബ്രോഷർ നമുക്കും ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഡിവൈഡ് ദ ക്ലാസ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ക്ലാസ്സിനെ പല ഗ്രൂപ്പായിട്ട് തിരിക്കുക. പ്രിപ്പയർ എ ഡിജിറ്റൽ ബ്രോഷർ ഓൺ എ സ്റ്റേറ്റ് ഓർ ഓൺ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ് യൂസിങ് ഫെസിലിറ്റീസ് ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ്. അപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ബ്രോഷർ ക്രിയേറ്റ് ചെയ്യണത്? സ്റ്റേറ്റിനെ പറ്റിയോ യൂണിയൻ ടെറിട്ടറി ഇന്ത്യയുടെ കേട്ടോ. അപ്പോൾ നിങ്ങളോടത് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ അതിൽ ലാംഗ്വേജ്, ക്ലോത്തിങ്, ആർട്ട് ഫെസ്റ്റിവൽസ്, പിന്നെ അതുപോലെ എൻ്റർടൈൻമെൻറ്റ്, ഫുഡ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ബ്രോഷറിൽ. അതിൻ്റെ ഫിഗർ വെക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത്, റിധി ഈസ് എ മെമ്പർ ഓഫ് രാജസ്ഥാനി ഫാമിലി വിച്ച് കെയിം ടു കേരള ഫോർ വർക്ക് ആൻഡ് സെറ്റിൽഡ് ഹിയർ. അപ്പോൾ റിധി എന്ന് പറയുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്. കേരളയ്ക്ക് വന്നു, ജോലിയുടെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് വന്നു, പിന്നെ ഇവിടെ സെറ്റിലായി എന്നാണ് പറയുന്നത്. Read the message shared by Riddhi and her friends who is a student of government UP school Cholavanam. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. Dear friend, how are things at our school? I came to my village to celebrate Hariyali Teej. We celebrate Teej in the month of Shravana, which is Chingam in Kerala. അപ്പോൾ അവളുടെ നാട്ടിലേക്ക് പോയിട്ട് ഫ്രണ്ടിന് കത്ത് എഴുതുകയാണ് അല്ലേ. അപ്പോൾ അവളുടെ അവിടെ തീജ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീജ് ഫെസ്റ്റിവൽ എപ്പോഴാണ് നടക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ഓണം നടക്കുന്ന ടൈമായിട്ടുള്ള ചിങ്ങമാസത്തിലാണ് അവർക്കും തീജ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഡോണ്ട് യു പുട്ട് അപ്പ് സ്വിങ്സ് ഫോർ ഓണം ഇൻ കേരള? ഓണത്തിന് ഊഞ്ഞാൽ ഉണ്ടാക്കിയോ എന്നാണ് ചോദിക്കുന്നത്. വി ആൾസോ പുട്ട് അപ്പ് സ്വിങ്സ് ഹിയർ ഫോർ തീജ് ഫെസ്റ്റിവൽ. അപ്പോൾ അവിടെയും എന്തുണ്ടാക്കി? തീജ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഊഞ്ഞാൽ ഉണ്ടാക്കി അല്ലേ. ന്യൂ ക്ലോത്ത്സ്, സ്വീറ്റ്സ്, ഫീസ്റ്റിംഗ് അറ്റ് റിലേറ്റീവ്സ് ഹൗസ് ആൻഡ് സോ ആർ ഓൺ പാർട്ട് ഓഫ് ദിസ് ഫെസ്റ്റിവൽ. അപ്പോൾ അവരുടെ അവിടെയും ഇതുപോലെ നമ്മുടെ പോലെ പുതിയ വസ്ത്രങ്ങൾ, മധുരങ്ങൾ, അതുപോലെ റിലേറ്റീവ്സിനെ ഇൻവൈറ്റ് ചെയ്യൽ, സദ്യ കൊടുക്കൽ, ഇതൊക്കെ അവർക്കിടെ അവിടെ ഉണ്ട് കേട്ടോ. വി ആർ സെലിബ്രേറ്റ് പുഷ്കർ മേള ആൻഡ് ഗാജ് മേള. ഓൺ സച്ച് ഒക്കേഷൻസ് മെൻ വെയർ ടർബൻസ് ആൻഡ് കോട്ട്സ്. അപ്പോൾ അവരുടെ ആ സമയത്ത് മെൻസ് എന്താ ധരിക്കണേന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. വുമൺസ് വെയർ സ്കേർട്ട്സ്, ചോളീസ്, ബ്ലൗസസ് ആൻഡ് സാരീസ്. അപ്പോൾ പാവാട, അതുപോലെ ചോളി, സാരീസൊക്കെയാണ് യൂഷ്വലി വുമൺസ് അവിടെ ധരിക്കുന്നത്. ഐ വിൽ ടെൽ യു മോർ അബൌട്ട് ദീസ് വെൻ വി മീറ്റ്. നമ്മൾ കാണുമ്പോൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. ഐ വിൽ ബി ബാക്ക് ബിഫോർ ഓണം. ഓണത്തിന് മുന്നേ തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ഐ വിൽ ബ്രിങ് സം ഓഫ് അവർ സ്പെഷ്യൽ സ്വീറ്റ്സ് മെയ്ഡ് ബൈ എസ് ഫോർ ഓൾ ഓഫ് യു. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ളത്, what are the similar features are there between Onam festival in Kerala and Teej festival in Kerala? എന്താണ് നമ്മളവിടെ സിമിലർ ഫെസ്റ്റിവൽസ് പറയുന്നത്? സിമിലർ പോയിന്റ്സ് എന്തൊക്കെയാണ്? ബോത്ത് ആർ ഒക്കർ ഇൻ മന്ത് ചിങ്ങം. ചിങ്ങമാസത്തിലാണ് നടക്കുന്നത്. ഓക്കെ. ബോത്ത് വെയേഴ്സ് ന്യൂ ക്ലോത്ത്സ്, സ്വീറ്റ്സ്, ഫീസ്റ്റിംഗ്, റിലേറ്റീവ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാം അല്ലേ. 2 പോയിന്റ് അവിടെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ രാജസ്ഥാൻ ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം കേരള? അപ്പോൾ കേരളത്തിന് ഡിഫറെൻ്റ് ആയിട്ട് രാജസ്ഥാനിൽ എന്തെല്ലാമാണ് കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ കേരളത്തിനെ പോലെയല്ല രാജസ്ഥാൻ, കുറച്ചും കൂടിയും ചൂട് കൂടിയ സ്ഥലമാണ്. അല്ലെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങൾ അവിടെ ഇല്ല, അവിടെയുള്ള കാര്യങ്ങൾ പലതും ഇവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് hot and dry desert climate dominated by the Thar desert. അപ്പോൾ അവിടെ എന്താണ്? നല്ല ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റാണ്. പിന്നെ അവിടെ എന്തുണ്ട്? താർ ഡെസേർട്ട് ഉണ്ട്. സെക്കൻഡ് പോയിന്റ്, ലോ റെയിൻഫാൾ, റിവേഴ്സ് ആർ ഫ്യൂ. അവിടെ കുറച്ച് മഴയേ ഉള്ളൂ, അതുപോലെ റിവേഴ്സ് എല്ലാം കുറവാണ്. ഓക്കെ. തേർഡ് പോയിന്റ്, ഫോർട്ട്സ്, പാലസസ് വേർ ബിൽഡ് വിത്ത് സാൻഡ് സ്റ്റോൺ. അവിടെ ഉണ്ടാക്കിയിട്ടുള്ള പാലസസും ഫോർട്ട്സും അല്ല കോട്ടകളും എല്ലാം എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള? സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് കേട്ടോ. അടുത്തത്, വി ആർ ഫെമിലിയർ വിത്ത് സം ഓഫ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ഇൻ ദ ഫുഡ്, ക്ലോത്തിങ്, കസ്റ്റംസ് ആൻഡ് സെലിബ്രേഷൻ ഓഫ് രാജസ്ഥാൻ ആൻഡ് കേരള. മെനി സച്ച് ഫീച്ചേഴ്സ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ഈച്ച് സ്റ്റേറ്റ്. ആസ്ക് യുവർ എൽഡേഴ്സ് അബൌട്ട് സം ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ്, ലാംഗ്വേജ്, ട്രഡീഷണൽ ക്ലോത്തിങ്, ഫുഡ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, മോണുമെൻറ്റ്സ് ആൻഡ് അതർ കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് യുവർ ഏരിയ. അപ്പോൾ നിങ്ങളുടെ ഏരിയയിലുള്ള എന്താ പറയുക, അതായത് നിങ്ങൾ നടത്തുന്ന ആഘോഷങ്ങൾ, അതേപോലെ തന്നെ ലാംഗ്വേജസ്, ഡ്രസ്സസ്, ഫുഡ്, ആർട്സ്, ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫുഡ്, നമ്മുടെ ഏരിയയിലുള്ള ഫുഡ്, മെയിൻ ഫുഡ് എന്താണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക? ഒന്ന് റൈസ്, സെക്കൻഡ് കോക്കനറ്റ് പറയാം കേട്ടോ. ക്ലോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ പറയുക ട്രഡീഷണലായിട്ട് മുണ്ട് ആണ് ആണുങ്ങൾക്ക് പറയുക. പിന്നെ കസവ്, സാരി നമുക്ക് അവിടെ നൊട്ടേറ്റ് ചെയ്യാം. ലാംഗ്വേജ് മലയാളവും ഇംഗ്ലീഷും ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഫെസ്റ്റിവൽ ഏതാണ്? മെയിനായിട്ട് ഓണവും വിഷുവും പറയാം കേട്ടോ. എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് കഥകളിയും വള്ളംകളിയും കൊടുക്കാം. മോണുമെൻറ്റ്സ് ആയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രവും, പിന്നെ അതായത് പത്മനാഭസ്വാമി ടെമ്പിൾ, പിന്നെ ബേക്കൽ ഫോർട്ട്, ഇത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് മാപ്പ്
പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽഡ് ബൈ മൈ പ്ലേസ് ആൻഡ് അപ്ലോഡഡ്. അപ്പോൾ നിങ്ങളുടെ പ്ലേസിനെ പറ്റിയിട്ട് നിങ്ങളോട് ഇതൊക്കെ ഉദ്ദേശിച്ചിട്ട്, അപ്പോൾ നിങ്ങൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? നിങ്ങളുടെ പ്ലേസ് എവിടെയാണെന്ന് പറയണം, അവിടെ യൂസ് ചെയ്യുന്ന ഫുഡ് ഏതാണെന്ന് ഇപ്പോൾ ഇതിൽ നോക്കിയിട്ട് എഴുതാം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്, ലാംഗ്വേജ്, ഫെസ്റ്റിവൽ, എൻ്റർടൈൻമെൻറ്റ്, മോണുമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എഴുതാം. അടുത്തത് ദ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ മൈ പ്ലേസ് റിഫ്ലക്ട് ദ കൾച്ചർ ഓഫ് അവർ ലാൻഡ്. അപ്പോൾ നിങ്ങൾ ഇതിലൂടെ പറയുന്നത് നിങ്ങളുടെ കൾച്ചർ കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ കൾച്ചർ എന്ന് നമുക്ക് നോക്കാം. അവർ കൾച്ചർ ഈസ് ഫോംഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ലാംഗ്വേജ്. അതായത് നമ്മുടെ കൾച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മൾ പറയുന്ന ലാംഗ്വേജ്, ഇതൊക്കെ നമ്മുടെ കൾച്ചറിൽ ഇൻക്ലൂഡഡ് ആണ്. ദ വേ വി തിങ്ക് ദാറ്റ് ആൻഡ് ആക്ട് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് കൾച്ചർ. നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത്, അത് കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. കൾച്ചർ ഈസ് സംതിങ് വി ഇൻഹെറിറ്റ് ട്രഡീഷണലി ആസ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ഓൾ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഹ്യൂമാനിറ്റി ക്യാൻ ബി ടേംഡ് ആസ് കൾച്ചർ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനിച്ച കൾച്ചർ ആവില്ല, ഒരു സൊസൈറ്റിയിലുള്ള എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ആ ഏരിയയിൽ എന്തായിട്ട് മാറും? ഒരു കൾച്ചറായിട്ട് മാറും. കൾച്ചർ ഈസ് ഡിഫൈൻഡ് ഇൻ ഓപ്പണിംഗ് ലൈൻസ് ഓഫ് ദ ബുക്ക് പ്രിമിറ്റീവ് കൾച്ചർ പബ്ലിഷ്ഡ് ബൈ E.B. ടൈലർ ഇൻ 1871. Thus culture is that complex whole which includes knowledge, belief, art, morals, law, custom and other capabilities and habits acquired by man as a member of society. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കൾച്ചറിൽ ഇൻക്ലൂഡഡ് ആവുന്നുണ്ടെന്നാണ് അവിടെ പറയുന്നത്. കൾച്ചർ ഈസ് വാട്ട് സെറ്റ്സ് ഹ്യൂമൻ അപ്പാർട്ട് ഫ്രം അതർ സ്പീഷ്യസ്. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ബോൺ ഇൻ ടു യുണീക്ക് കൾച്ചർ കണ്ടസ്റ്റ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ സ്പെഷ്യൽ ഫീച്ചറുള്ള കൾച്ചറിൽ വളർന്നതാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ കൾച്ചറും പല ഏരിയയിലും ഡിഫറെൻ്റ് ആയിട്ടും വരാറുണ്ട്. ഇറ്റ് ഈസ് ത്രൂ ദ പ്രോസസ് ഓഫ് സോഷ്യലിസം ഈച്ച് ഇൻഡിവിജ്വൽ അക്വയർ ദെയർ ഓൺ കൾച്ചർ. അതാണ് പറഞ്ഞത്, നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കൾച്ചർ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ സോഷ്യലിസം എന്താണെന്ന് നോക്കാം. Socialism is the learning process through which we learn how to behave and interact within the society we live in. അതായത് നമ്മൾ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ പെരുമാറും, നമ്മുടെ പ്രവൃത്തി, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇറ്റ് ബിഗിൻ അറ്റ് ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് അവർ ലൈഫ്സ്. സോഷ്യലിസം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ജനിച്ച അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ മരിക്കുന്നത് വരെ. ഫാമിലി, എഡ്യൂക്കേഷൻ, പിയേഴ്സ്, മീഡിയ ആൻഡ് സോ ഓൺ ആർ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ സോഷ്യലിസം പ്രോസസ്. അപ്പോൾ ഈ ഫാമിലി ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ മീഡിയ ആയിക്കോട്ടെ, നമ്മുടെ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സോഷ്യലിസം അല്ല കേട്ടോ, സോഷ്യലൈസേഷത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. Art, music, literature, philosophy, religion, science and so on are different components of culture. Are these are human made? Aren't they? ഇതൊക്കെ നമ്മൾ ഹ്യൂമൻ ഉണ്ടാക്കിയിട്ടുള്ളതാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് വൈ കൾച്ചർ ഈസ് കൺസിഡേർഡ് ടു ബി ഹ്യൂമൻ മെയ്ഡ്. അതെ, നമ്മളിതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൾച്ചറും ഹ്യൂമൻ മെയ്ഡ്, മനുഷ്യർ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കൾച്ചർ ഹാസ് മെറ്റീരിയൽസ് ആൻഡ് നോൺ മെറ്റീരിയൽ കമ്പോണൻസ്. കൾച്ചറിൽ എന്തൊക്കെയുണ്ട്? മെറ്റീരിയൽ കമ്പോണൻറ്റും ഉണ്ട്, നോൺ മെറ്റീരിയൽ കമ്പോണൻറ്റും ഉണ്ട്. എന്താണ് ഇതെന്ന് നമുക്കിപ്പോൾ പറയാം കേട്ടോ. ഫുഡ്, ക്ലോത്തിങ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആൻഡ് സോ ഓൺ വിച്ച് ക്യാൻ ബി സീൻ ഓൺ ദ സർഫസ് ആൻഡ് ആർ ടാൻജിബിൾ ആർ കമ്പോണൻസ് ഓഫ് മെറ്റീരിയൽ കൾച്ചർ. ഈ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പോൾ ഈ മെറ്റീരിയൽസ് ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ അതിൽ പെടും. ഓക്കെ, ബട്ട് നമ്മുടെ ഈ വിശ്വാസങ്ങൾ, അതേപോലെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഐഡിയകൾ, ഇതൊക്കെ ഏതിലാണ് വരിക? നോൺ മെറ്റീരിയൽ കൾച്ചറിലാണ് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോളം തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? മലയാളം, ഷർട്ട്, ബുക്ക്, റിലീജിയസ് ബിലീഫ്, അട്ടൻസിൽസ്, ഹൗസ്, ബാഗ്, ലവ്, വാച്ച്, ഫോണ്, സ്പീഡ്, റെസ്പെക്റ്റ്, നോളജ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്യാം? മെറ്റീരിയൽ കൾച്ചറായിട്ടും നോൺ മെറ്റീരിയൽ കൾച്ചറായിട്ടും ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, മെറ്റീരിയൽ കൾച്ചറിൽ ഏതൊക്കെ വരും? ഷർട്ട് വരും, ബുക്ക് വരും, അട്ടൻസിൽസ് വരും, ഹൗസ് വരും, പിന്നെ ബാഗ് വരും, പിന്നെ നമുക്ക് വാച്ച് വരും, ഫോൺ വരും, സ്പീഡ് വരും. നോൺ മെറ്റീരിയൽ കൾച്ചറിൽ ഏതൊക്കെയാണ് വരിക? മലയാളം വരും, റിലീജിയസ് വരും, റിലീജിയസ് ബിലീഫ് കേട്ടോ, അത് വരും, ലവ് വരും,
പിന്നെ റെസ്പെക്റ്റ് വരും, നോളജ് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തൊക്കെയാണ് മെറ്റീരിയലും നോൺ മെറ്റീരിയൽ കൾച്ചറും എന്ന്. അടുത്തത് കൾച്ചർ. ഈ പറഞ്ഞ കാര്യങ്ങൾ അതിന് ചുറ്റും കൊടുത്തിട്ടുള്ള ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളായിട്ടും എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കൾച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഫെസ്റ്റിവൽ, ലാംഗ്വേജ്, ട്രഡീഷൻ, ആർട്ട്, റിച്വൽ, ബിഹേവിയർ, സിമ്പിൾ, ഫുഡ്, ക്ലോത്തിങ്, ബിലീഫ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മാപ്പ് നോക്കിയിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒബ്സർവ് ദ കൺസെപ്റ്റ് മാപ്പ് ആൻഡ് മേക്ക് നോട്ട്, എക്സ്പ്ലെയിൻ കൾച്ചർ ആൻഡ് കമ്പോണൻസ് ഓഫ് കൾച്ചർ. അപ്പോൾ അതിൻ്റെ നോട്ട് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? കൾച്ചർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ചുറ്റും കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെറിയൊരു നോട്ട് അവിടെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ദീസ് ആർ ഡൈവേഴ്സ് സൊസൈറ്റീസ് ആൻഡ് കൾച്ചറൽ എക്സിസ്റ്റിംഗ് ഇൻ ദ whole world. The culture of India too is incredibly rich with diversity. Our country is home to a wide variety of religious, castes and tribal communities. അപ്പോൾ നമ്മുടെ കൺട്രിയിൽ പല കാസ്റ്റുകളുണ്ട്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, ഈച്ച് വൺ ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിൻറ്റ് ട്രഡീഷൻ ആൻഡ് കൾച്ചർ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറും ട്രഡീഷൻസും ഉണ്ട്. സിമിലർലി റീമാർക്കബിൾ ഡൈവേഴ്സിറ്റീസ് ഓഫ് ലാംഗ്വേജ്. അപ്പോൾ പല ലാംഗ്വേജസ് ഇന്ത്യയിൽ സ്പീക്ക് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. ഫൈൻഡ് ഔട്ട് ഹൗ മെനി ലാംഗ്വേജസ് ആർ പ്രിൻറ്റഡ് ഓൺ അവർ കറൻസി നോട്ട്. നമ്മുടെ കറൻസി നോട്ടിൽ എത്ര ലാംഗ്വേജസ് ആണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്? 17 ലാംഗ്വേജസ്, 17 ലാംഗ്വേജസ് ആണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എൻക്വയർ അബൌട്ട് വിച്ച് ലാംഗ്വേജസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ 22 ലാംഗ്വേജസ് ആണ് ഉള്ളത്. അപ്പോൾ അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതി കാണിക്കാം. അടുത്തത് ലെറ്റസ് മേക്ക് എ പോസ്റ്റർ ദാറ്റ് ഇൻക്ലൂഡ് ദ കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പോൾ കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസിനെ പറ്റിയിട്ട് ഒരു എന്തുണ്ടാക്കാനാണ്, ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണതും ട്രഡീഷണൽ ക്ലോത്തിങ് എന്താണ്, അതേപോലെ തന്നെ ഫെസ്റ്റിവൽസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് കൾച്ചേഴ്സ് ആണ്. കൾച്ചർ ഈസ് ലേൺഡ്. അപ്പോൾ അവിടെ ഓണത്തിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഓണം ഈസ് വൺ ഓഫ് ദ മേജർ ഫെസ്റ്റിവൽ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് നമ്മൾ ഓണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ സ്കൂളിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാറില്ലേ? യെസ്. എന്തൊക്കെ പ്രിപ്പറേഷൻ, വാട്ട് ആർ ദ പ്രിപ്പറേഷൻ മെയ്ഡ് ഫോർ ഓണം സെലിബ്രേഷൻ? ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം പ്രിപ്പറേഷനാണ് ഉണ്ടാക്കാറ്? ക്ലീനിങ് ആൻഡ് ഡെക്കറേറ്റിംഗ്. ക്ലീനിങ് നടത്തും, അതുപോലെ ഡെക്കറേഷൻ ചെയ്യും. സെക്കൻഡ് വൺ പൂക്കളം പ്രിപ്പറേഷൻ നമുക്ക് പറയാം. തേർഡ് വൺ ഷോപ്പിംഗ് ഫോർ ഓണം സദ്യ പറയാം. അത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. പിന്നെ ഫോർത്ത് വൺ ആയിട്ട് നമുക്ക് വെൽക്കമിങ് കിങ് മഹാബലി, നമുക്ക് ആ ഒരു പോയിന്റും കൂടിയും ഇൻക്ലൂഡ് ചെയ്യാം. വേർ ഡിഡ് യു ലേൺ ഓൾ ദീസ് തിങ്സ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്? ഫസ്റ്റ് വൺ ഫാമിലി കൊടുക്കാം, സെക്കൻഡ് കമ്മ്യൂണിറ്റി കൊടുക്കാം. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നായിരിക്കും ആദ്യമായിട്ട് ഇതൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ടാവുക. ഓക്കെ, കൾച്ചർ ഈസ് നോട്ട് സംതിങ് വിച്ച് ദാറ്റ് ഈസ് ഇനേറ്റ്. വി അക്വയർ കൾച്ചർ ത്രൂ ദ പ്രോസസ് ഓഫ് socialization that happens through interaction with the family, school, peers and society. We learned how to respect elders usually from our family. അപ്പോൾ മൂത്തവരെ ബഹുമാനിക്കാനൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. ഹൗ ടു ബിഹേവ് ഇൻ സൊസൈറ്റി ഈസ് ലേൺഡ് ഫ്രം ഫാമിലി, സ്കൂൾ, പിയേഴ്സ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ സ്കൂളിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കൾച്ചർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ നമ്മളെ നന്നാക്കുന്നതിലും നമ്മുടെ കാര്യങ്ങൾ നല്ല രീതിക്ക് കൊണ്ടുവന്നതിലും കൾച്ചറിന് വലിയൊരു റോൾ തന്നെയുണ്ട്. ആൻഡ് കൾച്ചറൈസേഷൻ ഈസ് ആൻ ഇൻഡിവിജ്വൽസ് ലേണിംഗ് ആൻഡ് ഹാബിറ്റുലൈസേഷൻ their own culture. What are some of cultural practices you have learned? നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ലേൺ ചെയ്തിട്ടുള്ള കൾച്ചറൽ പ്രാക്ടീസസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ സ്റ്റാൻഡിങ് അപ്പ് ഡ്യൂറിങ് ദ നാഷണൽ ആന്തം. എന്താ പറയുക, നമ്മൾ നാഷണൽ ആന്തം പ്രയർ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് സ്റ്റാൻഡപ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നിൽക്കുക. നിങ്ങൾക്കറിയാലോ നാഷണൽ ആന്തം നടക്കുന്നിടത്ത് സൈലൻ്റ് ആയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്ത് നിൽക്കുന്നതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അടുത്തത് കൾച്ചർ ഷെയർഡ്. ഇൻ സ്കൂൾ യു ഈറ്റ് ടുഗദർ വിത്ത് യുവർ ഫ്രണ്ട്സ് വൈൽ സെലിബ്രേറ്റിംഗ് ഓണം ഫീസ്റ്റ് ഡോണ്ട് യു. അപ്പോൾ ഓണം സെലിബ്രേഷന് നമ്മൾ ഓണം സദ്യ കഴിക്കും അല്ലേ. എന്തൊക്കെയാണ് ഓണം സദ്യയുടെ സ്പെഷ്യാലിറ്റീസ് എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഒരു പോയിന്റ്, പീപ്പിൾ ഫ്രം ഓൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി സിറ്റ് ടുഗദർ ആൻഡ് ഹാവ് ഫുഡ്. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് സദ്യ കഴിക്കുക. ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്സ്ട്രാ നമ്മളോട് പോയിന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്ട്രാ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇൻക്ലൂഡ്സ് വെറൈറ്റി ഓഫ് ഡിഷസ്. പലതരം ഡിഷസ് ഉണ്ട് സദ്യയിൽ. അടുത്തത് ട്രഡീഷണൽ സെർവിങ് സ്റ്റൈലാണ് അടുത്ത പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. അതായത് അത് വിളമ്പുന്ന രീതി. നമ്മൾ നോർമലായിട്ടൊരു ഫുഡ് വിളമ്പുന്ന പോലെയല്ല സദ്യ വിളമ്പുക. അപ്പോൾ കറികളൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് വിളമ്പി ചോറ് സെൻറ്ററിലിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ സാമ്പാർ ആഡ് ചെയ്യുന്നു, പിന്നെ പപ്പടം സൈഡിൽ വയ്ക്കുന്നു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു നമ്മൾ സെർവ് ചെയ്യുന്നൊരു സ്റ്റൈലിൽ പെടും. ഓക്കെ. പിന്നെ ഗ്രാൻഡ് വെജിറ്റേറിയൻ ഫീസ്റ്റ് എന്നും കൂടിയും കൊടുത്തു കേട്ടോ. ഓക്കെ. പിന്നെ നമ്മളോട് അവിടെ ചോദിച്ചിട്ടുള്ളത്, ഈസ് ഓണം ഫീസ്റ്റ് സിംപ്ലി അബൌട്ട് ഹാവിങ് ഫുഡ്? ഫുഡിനെ പറ്റി മാത്രമാണോ? ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് ഗാദറിംഗ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്. കോമൺ ട്രഡീഷൻ സച്ച് എസ് ഈറ്റിംഗ് ഫുഡ് സെർവ്ഡ് ഓൺ ബനാന ലീവ്സ് വൈൽ സിറ്റിംഗ് ഓൺ ദ ഫ്ലോർ ഈസ് പാർട്ട് ഓഫ് ഓണം. അപ്പോൾ അത് ഫുഡ് കഴിക്കുന്നത് മാത്രമല്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒത്തൊരുമയോടെ ഉള്ള ഒരു പ്രോസസ്സ് കൂടിയാണ് അവിടെ നടക്കുന്നത്. ഇറ്റ് ഫോസ്റ്റേഴ്സ് എ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് social participation. Culture is collectively received and transmitted through food and celebration. In this manner, culture is sharing among members of society. Collect pictures of festival in your area, carnival, cultural affairs, film festival, literature festival, etc. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങളോടൊരു മാഗസിൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് കൾച്ചർ ഈസ് സിംബോളിക് എന്ന ഭാഗമാണ് കേട്ടോ. വാട്ട് ഓൾ സിംബൽസ് ഡു യു നോ ദാറ്റ് റെപ്രസെൻറ്റ്സ് അവർ നാഷണലിസം? ഏതൊക്കെ സിംബൽസ് ആണ്? നാഷണൽ ആന്തം പറയാം, നാഷണൽ എംബ്ലം പറയാം, നാഷണൽ ബേർഡ് പറയാം, നാഷണൽ ഫ്ലവർ പറയാം, നാഷണൽ ലാംഗ്വേജ് പറയാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഒബ്സർവ് ദ അബവ് പിക്ചർ. ദീസ് ആർ സം ഓഫ് ദ സിംബൽസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം ആൻഡ് കൾച്ചർ. നാഷണൽ ആന്തം, നാഷണൽ ഫ്ലാഗ്, പാട്രിയോട്ടിക് സോങ് ആൻഡ് സോ ഓൺ ഇവോക്ക് എ ഫീലിംഗ് ഓഫ് നാഷണലിസം ഇൻ us. Nationalism represents patriotism and natural unity. Similarly, symbols such as language, gestures like folding hands and meeting adults or gestures, and objects such as monuments and religious symbols are used to indicate culture. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൾച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദീസ് സിംബൽസ് ഹെൽപ്പ് ഇൻ നറിഷിംഗ് കൾച്ചർ ആൻഡ് വാല്യൂസ്. അടുത്ത് ഫൈൻഡ് ഔട്ട് ദ സിംബൽസ് യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് കൾച്ചർ ഇൻ യുവർ ഏരിയ, നോട്ട് ദയർ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ്, പ്രിപ്പയർ ആൻഡ് ഡിസ്പ്ലേ. അപ്പോൾ നമ്മുടെ ഏരിയയിലൊക്കെ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ചില സിംബൽസ് യൂസ് ചെയ്യും. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എലഫൻറ്റ് സീൻ ഇൻ ടെമ്പിൾ ഫെസ്റ്റിവൽ ആൻഡ് പ്രൊസഷൻസ്. നമ്മൾ അമ്പലങ്ങളിലൊക്കെ ആഘോഷങ്ങൾക്ക് എലഫൻറ്റിനെ കാണാൻ പറ്റും. സെക്കൻഡ് പൂക്കളം മെയ്ഡ് ഡ്യൂറിങ് ഓണം. ദെൻ കഥകളി മാസ്ക്, അപ്പോൾ റെപ്രസെൻറ്റ് ട്രഡീഷണൽ ഡാൻസ് ഡ്രാമ. പിന്നെ ഓണം ഫീസ്റ്റ്, ബനാന ലീഫ് മീൽ സെർവ്ഡ് ഡ്യൂറിങ് ഓണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ പറയാം. അടുത്തത് നാലാമത്തെ കൾച്ചറൽ ഡൈനാമിക് ആണ്. ലിസൺ കെയർഫുള്ളി ആസ് ഗ്രാൻഡ് മദർ ഷെയർസ് ദ ചേഞ്ചസ് ഇൻ ദ മാരേജ് പ്രാക്ടീസസ് വിത്ത് ഹെർ ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ഫ്രണ്ട്സ് ഹൂ ഹാവ് കം ടു അറ്റൻഡ് ഹെർ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ അവരുടെ നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗ്രാൻഡ് ചിൽഡ്രൻസ് വന്നപ്പോൾ മാരേജിലുണ്ടായ ചേഞ്ചസ് പറ്റിയിട്ട്, അതായത് പുതുതലമുറയിലുണ്ടായ ചേഞ്ചസിനെ പറ്റിയിട്ടൊക്കെ മുത്തശ്ശി വിവരിക്കുകയാണല്ലേ. അപ്പോൾ ഇൻ മൈ യങ്ങർ ഡേയ്സ് മാരേജസ് വെർ വെരി സിമ്പിൾ. പണ്ട് കാലത്ത് മാരേജസ് ഒക്കെ വളരെ സിമ്പിളായിരുന്നു. മാരേജ് ടുക്ക് പ്ലേസ് ഇൻ എ പവലിയൻ സെറ്റപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് യാർഡ്. ഒരു യാർഡിലാണ് ഉണ്ടായിരുന്നത്. ഓൺലി ക്ലോസ് റിലേറ്റീവ്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് വെർ ഇൻവൈറ്റഡ്. അടുത്ത ബന്ധുക്കളെ മാത്രമാണ് ക്ഷണിച്ചിരുന്നുള്ളൂ. ദ ഫുഡ് വാസ് കുക്ക്ഡ് ബൈ മൈ റിലേറ്റീവ്സ്. വീട്ടിൽ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കിയിരുന്നത് റിലേറ്റീവ്സ്. അറ്റ് ദാറ്റ് ടൈം മോർ അറ്റൻഷൻ വാസ് ഗിവൻ ടു മാരേജ് സെറിമണീസ് ആൻഡ് കസ്റ്റംസ്. പക്ഷേ ഇതിന് മാരേജിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അങ്ങനെ ഒരു പരിപാടി നടക്കാമെന്ന് പറയുമ്പോൾ. ബട്ട് മൈ ഗ്രാൻഡ് ഡോട്ടേഴ്സ് മാരേജ് വാസ് എ ഗ്രാൻഡ് സെലിബ്രേഷൻ. പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഡോട്ടറുടെ മാരേജ് എന്താണ്, നല്ല വലിയൊരു സെലിബ്രേഷൻ തന്നെയായിരുന്നു. എ ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ആൻഡ് സ്പേഷ്യസ് ഓഡിറ്റോറിയം വിത്ത് സ്റ്റേജ് ഫുൾ ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ്. വലിയൊരു ഓഡിറ്റോറിയം ആയിരുന്നു, നല്ല ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. ഇൻ അവർ ടൈം മാരേജ് വെർ ജസ്റ്റ് എ വൺ ഡേ ഇവൻറ്റ്. സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ ഒരു ദിവസത്തെ ഒരു പരിപാടിയാണ്. ബട്ട് ടുഡേ വാട്ട് ഓൾ ന്യൂ പ്രീ വെഡിങ് സെലിബ്രേഷൻസ് ആർ
ലൈക്ക് ഹൽദി ആൻഡ് മെഹന്തി സെറിമണീസ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പല പ്രീ വെഡിങ് സെറിമണീസും നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹൽദി നടക്കുന്നുണ്ട്, മെഹന്തി നടക്കുന്നുണ്ട്. വാട്ട് ഓൾ ചേഞ്ചസ് ഇൻ ദ കണ്ടക്ട് ഓഫ് മാരേജ് ഇറ്റ് സെൽഫ്. ആൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം വാസ് ചാർജ് ഓഫ് എവറിത്തിങ്. പക്ഷെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ആരുണ്ട്? പണ്ടൊക്കെ റിലേറ്റീവ്സ് ആയിരുന്നു, ഇന്ന് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമാണ് നോക്കി നടത്തുന്നത്. ദർ വാസ് എ സെപ്പറേറ്റ് ടീം ഫോർ കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് സർവീസ്. പണ്ടൊക്കെ ഒറ്റയ്ക്ക് വീട്ടിലാണ് കുക്ക് ചെയ്തിരുന്നത്, ഇപ്പോൾ ആരാണ്? കാറ്ററിംഗ് സർവീസസ് ഒക്കെ പ്രൊവൈഡഡ് ആണ്. ദ ഫീസ്റ്റ് ഇൻക്ലൂഡഡ് ഡിഷസ് ദാറ്റ് ഐ നെവർ ഈവൺ ഹേർഡ് ഓഫ്. ഹൗ മച്ച് മാരേജ് സെറിമണീസ് ഹാവ് ചേഞ്ച്ഡ് വിത്ത് ഫ്രം സിമ്പിൾ കസ്റ്റംസ്. അപ്പോൾ അതിലെന്തുണ്ടായി? ഫീസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേൾക്കാത്ത പോലത്തെ ഡിഷസ് വരെ ഇന്ന് ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ദീസ് പിക്ചേഴ്സ് ഇൻഡിക്കേറ്റിംഗ് ദ മോഡേൺ ട്രെൻഡ്സ് ഇൻ മാരേജ്. ഗ്രാൻഡ് മദർ ഹാസ് മെൻഷൻ ദ ചേഞ്ചസ് ഇൻ മാരേജ് സെറിമണീസ്. വാട്ട് ആർ ദേ? ഏതൊക്കെയായിരുന്നു? മാരേജ് സെറിമണി. പിന്നെ നമുക്ക് എന്ത് പറയാം? എക്സ്ട്രാ പോയിൻറ്റ്സ് അവിടെ നമുക്ക് ഈ ഇത് വായിച്ചിട്ട് തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ? എന്തൊക്കെ പറയാം? ഇൻവിറ്റേഷൻ കാർഡിൽ വന്ന ചേഞ്ചസ് നമുക്ക് പറയാം. പിന്നെ ക്ലോത്തിങ് ചേഞ്ചസ്, വേണു, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഓഡിറ്റോറിയം, പിന്നെ റിച്വൽസ്, പിന്നെ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമുക്കവിടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മാരേജ് ഈസ് എ സോഷ്യൽ ഗാദറിംഗ് വെർ എവറി വൺ ഇൻക്ലൂഡിംഗ് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആൻഡ് നാറ്റീവ്സ് പാർട്ടിസിപ്പേറ്റ്. വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ ടെക്നോളജി സെറിമണീസ് ലൈക്ക് മാരേജസ് ആർ അണ്ടർഗോയിങ് വാസ്റ്റ് ചേഞ്ചസ്. അപ്പോൾ മാരേജിലെല്ലാം പല ചേഞ്ചസും വന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ കീപ്പിംഗ് സെറിമണീസ് ലൈക്ക് മാരേജ് സിമ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് എക്സ്ട്രാവേജൻറ്റ് ഡിസ്കസ്. അപ്പോൾ മാരേജ് സിമ്പിൾ ആക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ഫോർ സെവറൽ റീസൺസ്. പല കാരണങ്ങൾ കൊണ്ടും അത് നല്ലൊരു ഐഡിയ ആണ്. എന്താണ് റീസൺസ്? ലെസ് ഫിനാൻഷ്യൽ ഫ്രീഡം, ലെസ് ഫിനാൻഷ്യൽ ബേർഡൻ. അധികം പൈസ, കടങ്ങൾ, കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല. അടുത്തത് ഫോക്കസിങ് കിട്ടും. പിന്നെ നമുക്ക് ഫോക്കസ് ഓൺ മാരേജ്. നമുക്ക് മാരേജിൽ മാത്രമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അടുത്തത് ലെസ് സ്ട്രെസ്സാണ്. നമുക്ക് കുറച്ച് അധികം സ്ട്രെസ്സില്ല, കാരണം വലിയ വലിയ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. അടുത്ത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് കൾച്ചർ ഇൻ കസ്റ്റമൈസറി ആണ്. അപ്പോൾ അതിനു മുന്നേ ഡസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ മീഡിയ ഇൻഫ്ലുവൻസ് ഫുഡ് ആൻഡ് ക്ലോത്തിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ, കൾച്ചറിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് കൾച്ചർ ഇൻ കസ്റ്റമറി ആണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു.